നമസ്കാരം. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് മാത്രമല്ല. നിലനിൽക്കുവാൻ നമുക്ക് ഒരു രാജ്യവുമില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും എല്ലാം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ഒരു കവി പാടിയതുപോലെ എവിടെയോ കളഞ്ഞുപോയ കൗമാരം എന്ന് പറഞ്ഞതുപോലെ എവിടെയോ കളഞ്ഞുപോയ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തിരികെ പിടിക്കുവാനുള്ള ഒരു പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ്. ചിലർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കോൺഗ്രസ് ജയിച്ചാൽ BJP ജയിക്കുന്നു. ശരിയാണ്, കോൺഗ്രസിൽ നിന്നേ പോകുവാനുള്ളൂ. കോൺഗ്രസ്സാണ് ഭാരതത്തിൻ്റെ തറവാട്ട്, രാഷ്ട്രീയ തറവാട് എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ KPCC സെക്രട്ടറി കൂടിയായിരുന്ന സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് കോൺഗ്രസിൽ നിന്ന് പോയതിനു ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടതും അതിവിടെ വളർന്നു വന്നത്. കോൺഗ്രസ്സിന് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ജനാധിപത്യ വിശ്വാസികളായ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ അവസ്ഥയിൽ ദേശീയ രാഷ്ട്രീയ വിശകലനത്തിൽ നാം ചിന്തയിൽ കരണീയമായിട്ടുള്ളത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണല്ലോ പലരും പറയുന്നത്. CPM മുക്ത ഭാരതം എന്ന് BJP പറയാറില്ലല്ലോ. ഇത് പറയുമ്പോഴും ഇടതുപക്ഷ കക്ഷികളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഫാസിസത്തിനെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ നമുക്ക് കുറച്ച് കാണുന്നുമില്ല. പക്ഷേ ഇടതുപക്ഷ കക്ഷികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വളർന്നു വലുതായി പന്തലിച്ച് ഇന്ത്യയിലെ ഫാസിസത്തെ തുരത്തി ഓടിക്കുന്നത് വരെ കാത്തു നിൽക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ആയതിനാൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് നേടിക്കൊടുക്കുക, അതോടൊപ്പം ഇന്ത്യ മുന്നണി എന്ന CPIMകളും മതേതര ജനാധിപത്യ കക്ഷികളും കൂടി ഭാഗഭാക്കായ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ജനാധിപത്യവാദികളായ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്. ആയതിനാൽ കേരളം ഇന്ത്യയിലായതുകൊണ്ടും കേരളത്തിലും ഇന്ത്യ മുന്നണി ഉള്ളതുകൊണ്ടും അത് നയിക്കുന്നത് കോൺഗ്രസ് എന്ന ദേശീയ രാഷ്ട്രീയ കക്ഷി ആയതുകൊണ്ടും സംഘപരിവാർ സമഗ്രാധിപത്യത്തെ ഒത്തൊരുമയോടെ പോരാടുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസ് ആയതുകൊണ്ടും ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ടവകാശം നിയോഗിച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് ഈ സംഘപരിവാർ ദുർഭൂത ഭരണകൂടത്തെ പിഴുതെറിയും.